എല്ലാവർക്കും D3 ലൈഫ് വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഓണത്തപ്പനെയാണ്. മണ്ണ് വെച്ചാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ ഇതാ നമ്മൾ ആദ്യത്തെ ഓണത്തപ്പനെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇതേപോലത്തെ 4 എണ്ണമാണ് ഉണ്ടാക്കേണ്ടത്. അതിനുള്ള ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹർഷവും കൂടെ നിൽപ്പുണ്ട്, വിച്ചുണ്ട്, ദേവൂട്ടി ഇരിപ്പുണ്ട്, കനൂട്ടി ഇവിടെ കണ്ടോണ്ടിരിപ്പുണ്ട്. പിള്ളേർക്കെല്ലാം വെക്കേഷൻ ആയതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര താല്പര്യമാണ്. പഠിക്കാൻ പറയത്തില്ലല്ലോ. ഹർഷു ഇപ്പൊ നല്ല വെൽ സ്യൂട്ടിലൊക്കെ ഇരിക്കുന്നത്. ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഹർഷുവിന്റെ ദേഹമൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും. മണ്ണ് നമ്മൾ ഇങ്ങനെ ആണ് ഇരിക്കുന്നത്. മണ്ണ് ഇങ്ങനെ അരിച്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിനെയാണ് നമ്മൾ ആദ്യം കാണിച്ച രൂപത്തിലോട്ട് ആക്കിയെടുക്കുന്നത്. അതേ വലിപ്പത്തിൽ തന്നെ വേണം ഇതും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ജയന്തേനെ പോലെ അങ്ങനെ ആയടാ. എന്നിട്ട് ഒരു ജയന്തേനെ പോലെ ഇങ്ങനത്തെ ഒരു കമ്പും കൂടെ അകത്തേക്ക് കുത്തിക്കിട്ടിട്ടാവും. ഇത് നിവർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഒരു ഈർക്കില് നേരെ ഏത് ഒടിഞ്ഞു പോകാതിരിക്കാനാ. എങ്ങനെ ഇറക്കി വെക്കുന്നത്? ഇങ്ങനെ ഇറക്കി അങ്ങോട്ട് വിടും. അതിനെന്തൂരം പൊക്കാ വേണ്ടേ? ഇതിന്റെ ഇത്ര. അപ്പൊ അത് ഇതാക്കിയെടുക്കൂ. അപ്പൊ നമുക്ക് ദേവൂട്ടിയോട് ഒരു കാര്യം ചോദിക്കാം. ദേവൂട്ടി, ഓണത്തിന് എന്താ മഹാബലി പിന്നെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. അറിയില്ലേ? ഒന്ന് പറഞ്ഞേ. നാണാണോ? ബിച്ചുവിനറിയാ? ഹർഷു പറ. ആർക്കും അറിയാൻ മേലെ? ദേവനറിയാവോ? എന്താ? വാമനൻ മഹാബലി ചോപ്പി. അതിന് ഇതൊന്നും അറിയാൻ മേലാതെ ഓണത്തപ്പന ഇരുന്നുണ്ടാക്കുന്നേ. ഹർഷുവിന് ഇതൊക്കെ കണ്ടിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് അവൻ മുറത്തിനകത്ത് വെച്ചോണ്ട് തന്നെ ചെറിയ ഓണത്തപ്പന ഉണ്ടാക്കുവാണ്. ഹലോ ഗൈസ്, ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം കണ്ടിട്ട് ചിരി വന്നു. അതാണ് നിങ്ങളെങ്കിലും ഒന്ന് അറിയിക്കാന്ന് വിചാരിച്ചത്. ഹർഷുവിന്റെ ഓണത്തപ്പനെ കണ്ടിട്ട് ഞങ്ങൾക്ക് ചിരി വന്നിട്ട് വേല. റെഡിയായില്ലേ? നമ്മൾ ഇങ്ങനത്തെ മണ്ണിലാണ് ഓണത്തപ്പനെ ഉണ്ടാക്കിയിടുന്നത്. നമ്മളിത് ഇവിടെ കൊച്ചിൻ്റെ പറമ്പിൽ മണ്ണ് കിടപ്പുണ്ടായിരുന്നു. അവിടെ നിന്നാണ് മണ്ണ് എടുത്തുകൊണ്ട് വന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ മണ്ണ് നമുക്ക് ദേവന് എലി കുത്തിയ മണ്ണൊക്കെ പോയി അതിൽ അവിടെ നിന്നൊക്കെ തോണ്ടി എടുത്തുകൊണ്ടൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ ഈ പ്രാവശ്യം പിന്നെ നമുക്ക് മണ്ണിന് ക്ഷാമമില്ല. ഇവിടെ തറയ്ക്കകത്തിടാൻ വേണ്ടി മണ്ണ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എടുത്തത്. പൊതുവെ മഴയായതുകൊണ്ടൊരു മൂടിയ ഒരു കാലാവസ്ഥയാണ്. ദേവനൊക്കെ ഓണത്തിന്റെ ഒരു ആരംഭം തുടങ്ങി കഴിഞ്ഞാൽ എക്സാം ഒന്നുമല്ല, എപ്പോഴും ഇങ്ങനെ ചോദിച്ചോണ്ട് നടക്കും ഓണത്തപ്പന ഉണ്ടാക്കട്ടെ, ഓണത്തപ്പന ഉണ്ടാക്കട്ടെ. ഈ പ്രാവശ്യം എന്താണോ 2 എക്സാം കഴിഞ്ഞപ്പോഴേ വെക്കേഷനായി. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു 5 എണ്ണമൊക്കെ ആയപ്പോഴത്തേക്കുമായിരുന്നു ഓണത്തിന്റെ വെക്കേഷൻ തുടങ്ങിയത്. എങ്കിലും എന്നെ കാണാതെയൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ നേരത്തെ തന്നെ ടെറസയിൽ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചായിരുന്നു. ഈ പ്രാവശ്യം പിന്നെ അതിനുള്ള
സമയം കിട്ടിയതുകൊണ്ടാണ് ഇപ്പോൾ ഇരുന്ന് ചെയ്യുന്നത്. ഹർഷവും ബിച്ചൂട്ടനും കൂടെ പൂമ്പായൊക്കെ എടുത്തുകൊണ്ട് പറമ്പിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. വെക്കേഷനായില്ലേ, ഇനി ഇവിടെ ഒന്നും ഇരിക്കുകയല്ലേ, പറമ്പിലൂടെ ആയിരിക്കും രണ്ടുപേരും. ഇവരൊക്കെ ഇങ്ങനെ കളിക്കുന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ ഫോണും ടിവിയും എല്ലാം കണ്ടുകൊണ്ട് വീടിനകത്ത് തന്നെ ഇരിക്കില്ല. ഇങ്ങനെ മണ്ണിൽ കളിക്കാനോ പറമ്പിലൂടെ ഓടാനോ ഒന്നും ഇറങ്ങാറില്ല. പക്ഷെ ഇവരെ കാണുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരുന്നു. ഇങ്ങനത്തെയൊക്കെ കളികളിലൊക്കെ ഏർപ്പെടുന്നവരാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്കെ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇപ്പം ഉണക്കപ്പനൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്കെ. അതല്ല റെഡിമെയ്ഡാണ് മേടിക്കുന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും എന്താണ് നമ്മുടെ പോരായ്മകൾ അതൊക്കെ ഒന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുകയും വേണേ. എങ്കിലല്ലേ നമുക്ക് മുന്നോട്ടത് നന്നാക്കി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.